ഇന്നിപ്പോ ഈ വാതിലൊക്കെ അടച്ചുപൂട്ടി പോണത് ഞങ്ങൾ റേഷൻ കടയ്ക്കാട്ടാ. റേഷൻ കട കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ തന്നെയാട്ടാ ഞങ്ങൾ പോണത്. ചേട്ടന് ഞങ്ങളാണ് ഇവിടെ കൊടുന്നാക്കിട്ട് വേണം ഇനി ജോലിക്ക് പോണെങ്കിൽ. സാധാരണ ചേട്ടൻ മാത്രമേ പോവാറുള്ളൂ. ഇപ്രാവശ്യം എന്റെ വിരലിന്റെയും കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. വിരൽ മുറിച്ച് കൊടുത്തയക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും കൂടെ പോയിട്ട് അങ്ങനെ ഞാനും ചേട്ടനും വിരലൊക്കെ വെച്ചു. അപ്പൊ ഇപ്രാവശ്യം 3 ടൈപ്പ് അരി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണ് കേട്ടോ അരി വാങ്ങാനൊക്കെ നിൽക്കണത്. ഞങ്ങളാണെങ്കിൽ ഒരൊറ്റ വലിയ ചാക്കോണ്ടാട്ടോ അരി വാങ്ങാൻ പോയത്. ഈ 3 അരിയെ നമ്മൾ എങ്ങനെ അതിലിടുക, അങ്ങനെ അവിടുന്ന് 1 2 പറഞ്ഞ ഒരു ചാക്കൊക്കെ വാങ്ങി. അത് തേജ് വേഗം കൈ പിടിച്ചത് അവൻ പിടിച്ചോളാന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കൂടി ഇതൊരു ചാക്കിന്റെ ഉള്ളിൽ ഒതുക്കി ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. തേജുവിന്റെ പേരും കൂടിയും ചേർത്ത് ഒരാൾക്കും കൂടി അരി കിട്ടുമല്ലോ എന്നൊക്കെ ചേച്ചി പറയണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചാക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. വീടിന് പുറത്തേക്ക് എപ്പോൾ പോയാലും ഞങ്ങൾക്ക് ടൂർ പോയ വൈബാണ്. അത് റേഷൻ കട ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. ഞാനും തേജു യോയോ അടിച്ചിട്ടാ തിരിച്ചു വരുന്നത്. ചേട്ടനാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട്. എന്നാൽ ചാക്ക് പോലും വാങ്ങിയിട്ടില്ല. ഇതൊക്കെ ശീലാക്കി വെച്ചോന്നും പറയുന്നുണ്ട്. തേജു ആണെങ്കിൽ എന്നോടുള്ള സ്നേഹം കൂടുതൽ കുറഞ്ഞാൽ തോന്നുന്നുണ്ട്. എന്നാൽ ചാക്ക് കുറെ വാങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.